സുഹൃത്തുക്കളെ, അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടിയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ്, ഒരു വില്ലയുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, ബെഡ്റൂം, ഇതിന്റെ ലൊക്കേഷൻ എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിചയപ്പെട്ടാലോ. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എവിടെയെന്ന് അറിയാവോ? നമ്മുടെ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നുണ്ടല്ലോ, നമ്മുടെ ആലുവക്ക് പോകുന്ന റൂട്ടിലാണ്, അതായത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല കളർ കോമ്പിനേഷനിലും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊണ്ട് മനോഹരമായി തന്നെ ഒരു ബോക്സി ഡിസൈനിങ്ങിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 30 മിനിറ്റ് ഡ്രൈവിലും, അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും, അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 15 മിനിറ്റ്, എടപ്പള്ളി ലുലു മാളിലേക്ക് 20 മിനിറ്റ് യാത്രയിലാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലേക്ക് കിടന്നല്ല, വാ കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ മെയിൻ റോഡ്, അതായത് ഇവിടെ നിന്ന് നമ്മുടെ കുഞ്ചാട്ടുകര ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടേക്ക് 500 മീറ്റർ ആണ് വരുന്നത്. അത് ഇന്റേണൽ റോഡ് തന്നെ ഏകദേശം ഒരു 6 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ വീട്. അതുപോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ട് വാളാണെങ്കിലും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ ചെയ്ത് മനോഹരമായി തന്നെ ഇതിന്റെ എലിവേഷനും ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിൽ ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വാ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചയിലേക്ക് കിടക്കാം. വാ, ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ വരുന്നുണ്ട്. അത് ഫ്ലോറിലാണെങ്കിൽ, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും കടപ്പക്കല്ലുകൾ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്താണ് മനോഹരമാക്കിയിട്ടുള്ളത്. അതുപോലെ 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ 2 വാഹനവും, ആ ഒരു ഭാഗത്ത് ഒരു വാഹനവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് വലിയ XUV വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്താണ് ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഒരു വാട്ടർ ഫൗണ്ടൻ ഒരുക്കിയിട്ടുള്ളത്. കിണർ സൗകര്യം ഉണ്ട്. എവിടെയെന്ന് അറിയോ? ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നല്ല ശുദ്ധമായ വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളം. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ട, കണ്ണീര് പോലത്തെ വെള്ളം, തെളിഞ്ഞ നല്ല ശുദ്ധമായ വെള്ളം. പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടാ, വന്നേ ഇവിടെയായിട്ട് അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വീടിന് ചുറ്റിനും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ്, ലാൻഡ് ഏരിയ, കടുപ്പകല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് അത്യാവശ്യം ഒരു പാഷിയോ പോലെ ഒരുക്കിയിട്ടുണ്ട്. കേട്ടാ, ഇവിടെയായിട്ട് പാഷിയോ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് 5.25 സെന്റ് സ്ഥലമാണ്. 5.25 സെന്റ് സ്ഥലത്ത് 2720 സ്ക്വയർ ഫീറ്റില് 2720 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂം കൂടാതെ അതുപോലെ തന്നെ നമുക്ക് ഒരു ജിം ഉണ്ട്, TV റൂമുണ്ട്, അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. വാ, കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ചെറിയ പാസേജ് പോലെ ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട്. 2 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ്. ഇതിന് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കണ്ടേ. വാ, അപ്പൊ ഈ ഒരു ഡോറ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മനോഹരമായി തന്നെ ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോറിന്. പിന്നെ സ്മാർട്ട് ലോക്കാണ് വരുന്നത്. കണ്ട, സ്മാർട്ട് ലോക്കാണ് വരുന്നത്. അപ്പൊ അത്രത്തോളം മനോഹരമായി തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ഈ വീടിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വളരെയധികം പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഡബിൾ ഹൈറ്റിൽ നോക്കി ഒരു കിളിവാതിലൊക്കെ കൊടുത്ത്, മേളിൽ കിളിവാതിലൊക്കെ കൊടുത്ത്, അതിലും ഒരു നല്ല ഒരു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി കണ്ട, മാപ്പ്, വേൾഡ് മാപ്പ് കേട്ടാ, അത് വാളില് മനോഹരമായി തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് മെയിൻ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അത് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായി തന്നെ അതും സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ V-ഗാർഡിന്റെ സ്വിച്ചസ് വരുന്നുണ്ട്. താഴെ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ അത് ഇവിടെയായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഫ്രെയിം വരുന്നുണ്ട്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കേട്ടോ. ഫിക്സ്ഡ് ഗ്ലാസ് ഇത് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിളിവാതിൽ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, പിന്നെ താഴെ 2 ബെഡ്റൂം ഉണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള
ബാത്റൂം സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ കോട്ടും കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്ലൈഡ് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഡോറ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നല്ല സ്പേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ മേളിൽ ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും ടഫ്ലൻഡ് ഗ്ലാസ്സിലാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തം കർട്ടനൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതും സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന ഒരു വാർഡ്രോബ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. അതുപോലെ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡോട് കൂടി വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി തന്നെ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ബാത്റൂം എന്ന് പറയുമ്പോൾ ഒരു ബാത്ത് ടബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഹെയർ ഡ്രയർ വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ, നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു ബാത്റൂം ആണെങ്കിലും സജ്ജീകരിച്ചിട്ടുണ്ട്. ബെഡ്റൂം ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ നല്ല മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. വിശാലമായിട്ടുള്ള 2 ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓട്ടിടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ വാൾഡ്രോബ് വരുന്നത് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് വാർഡ്രോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളത്. അതുപോലെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ട, ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഷവറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജാഗ്വാറിന്റെ തന്നെയാണ് മൊത്തം കൊടുത്തിട്ടുള്ളതും. അതുപോലെ തന്നെ കൺസീൽഡോട് കൂടിയിട്ടുള്ള ക്ലോസറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ, ഒരു കൗണ്ടർ വരുന്നുണ്ട്. അതുപോലെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ബ്ലാക്ക് ഗ്രേ കളറിലുള്ള ടൈലുകളാണ് വാളിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത്ര ഏരിയ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഡബിൾ ഹൈറ്റിലാണ്. നോക്കി, നല്ല മനോഹരമായി തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഡൈനിങ് ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ ക്രോക്കറി ഷെൽഫ്. ഡൈനിങ് ഏരിയയിൽ ഒരു ക്രോക്കറി ഷെൽഫ് നമുക്ക് വരുന്നുണ്ട്. കണ്ട, മൊത്തം ഒരു ക്രോക്കറി ഷെൽഫാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് വാഷ് ബേസിൻ, ഒരു കൗണ്ടർ നല്ല മനോഹരമായി തന്നെ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് വാഷ് ബേസിൻ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതും ജാഗ്വാറിന്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് തന്നെ നല്ല ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ ഇട്ട് നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് അതും മനോഹരമായി തന്നെ ഈ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഡബിൾ ഹൈറ്റിൽ തന്നെയാണ്. അതും വലിയ 2 ഗ്ലാസും അവിടെ വരുന്നുണ്ട്. ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ആ ഭാഗത്ത് 2ഉം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഫ്രണ്ട് എലിവേഷൻ തന്നെ വളരെയധികം വ്യത്യസ്തമാക്കുന്ന രീതിയിൽ നമുക്ക് അവിടെ ഒരു ഫിക്സ്ഡ് ഗ്ലാസ് അവിടെയും വരുന്നുണ്ട്. മോഡുലർ കിച്ചൺ എന്താ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഉണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഈ മൊത്തം ഏരിയ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നാനോ വൈറ്റിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രസ്റ്റീജിന്റെ ആണ് ഈ ഹോബും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബീഡിങ്ങിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഷെൽഫുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ 3 പാളികളുള്ള വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ചെറിയ വിൻഡോയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. അത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ തന്നെയുള്ള സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ട, പിന്നെ ഇവിടെ ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വർക്ക് ഏരിയ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. വർക്ക് ഏരിയ സ്പേസ് ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇനി നമുക്ക് മേളിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കേണ്ടത്. അപ്പൊ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. പിന്നെ ഇത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക്, അതായത് നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ ആ ഒരു ഏരിയയിലേക്ക് വന്ന് എത്തിപ്പെടും. ഇനി നമുക്ക് സ്റ്റെയർ കേസിലേക്ക് കിടക്കുകയാണെങ്കിലല്ല, ഇത് ടഫ്ലൻഡ് ഗ്ലാസ്സിൽ ഹാൻഡ് റെയില് തടിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് താഴെയും അതുപോലെ തന്നെ സ്റ്റെപ്പുകളിലാണെങ്കിലും തടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 ഗ്ലാസ് ഇവിടെ വരുന്നുണ്ട്. അത് ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. ഇത് എവിടെയായിട്ട് ലാൻഡിംഗ് ഏരിയ തന്നെ നല്ല മനോഹരമായി തന്നെ മൊത്തത്തിൽ നമുക്ക് ഫ്ലോർ മൊത്തം തടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഫിക്സ്ഡ് ഗ്ലാസ് വരുന്നുണ്ട്. നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ അതും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇവിടെയായിട്ടാണ് ഇനി നമുക്ക് ജിം റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ട്രെഡ്മില്ല് കൊടുത്തിട്ടുണ്ട്, സൈക്ലിംഗ്, അതുപോലെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു അയൺ ചെയ്യാവുന്ന രീതിയിലൊരു ഇത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് 2 പാളികളുള്ള വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതിലേക്ക് വിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മേളിലേക്ക് കയറി പോകാനുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം അല്ലേ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ കോട്ടും കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വാൾഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. അപ്പർ ക്യാബിൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഫ്രെയിം വരുന്നുണ്ട്. ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബാത്റൂം സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ട, ഇതും വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കോൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ട മനോഹരമായി തന്നെ എല്ലാ ബെഡ്റൂമിനും മൊത്തം ബാത്റൂമും ഈ ഒരു വീടിന് സജ്ജീകരിച്ചിട്ടുണ്ട്. അത് മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എവിടെയായിട്ടാണ് നമുക്ക് TV ഒരു ഏരിയ വരുന്നത്. കണ്ട, ഒരു TV റൂം വരുന്നത് ഇതാണ്. വലിയൊരു TV റൂം നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. ആദ്യത്തെ ഒരു ബെഡ്റൂം രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇവിടെ ആയിട്ടാണ്. അതുപോലെ ഇത് മൊത്തം തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വൈബും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു റൂമിൽ നിന്ന് തന്നെ. ഇവിടെ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാൾഡ്രോബ്സിന്റെ സ്ഥാനം വരുന്നത് ഇവിടെ ആയിട്ടാണ്. അതുപോലെ ഇത് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ വീടിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കറിയണം. ഇവിടെയായിട്ട് ഒരു ബാൽക്കണി ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടാ, നല്ല രീതിയിൽ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാല വരുന്നുണ്ട്. കണ്ട, ഊഞ്ഞാല വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കണ്ടേ. പ്രൈസിലേക്ക് കിടക്കാം. 5.25 സെന്റ് സ്ഥലമുണ്ട്. അതുപോലെ 2720 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം, ജിമ്മ്, അതുപോലെ TV റൂം, യൂട്ടിലിറ്റി ഏരിയ, അങ്ങനെ എല്ലാം ഈ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എലിവേഷൻ ആണെങ്കിലും വളരെയധികം വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഓണർ. പിന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. എല്ലാം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ആലുവക്ക് പോകുന്ന റൂട്ടിൽ കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇതിനെ ചോദിക്കുന്ന പ്രൈസ് 5.25 സെന്റ് സ്ഥലം, 2720 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എത്രയെന്ന് അറിയാം? 1,59,00,000 രൂപ. 1,59,00,000 രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.